ദൈവജനമേ, ഇത് സഹനാഗ്നിനാളങ്ങളിൽ വെന്തൊരുകുന്ന ദൈവഭക്തനായ ഒരു നീതിമാൻ. 7000 ആടുകൾക്കും 3000 ഒട്ടകങ്ങൾക്കും ഇവരുടേവർ. 500 ജോഡി കാളകൾ, 500 പെൺകഴുതകൾ ഈ സമ്പന്നന് സ്വന്തം. എണ്ണമറ്റ ദാസന്മാരാലും പുണ്യം നിറഞ്ഞ സൗഹൃദത്താലും ഇവൻ അനുഗ്രഹീതൻ. അതെ, ഞാൻ ജോബ്, ഉസ്ദേശത്തെ ഒരു അതിസമ്പന്നൻ, സർവ്വത്തിലും ദൈവിഷ്ടം തേടിയ, എന്നിട്ടും പീഡകളേറ്റ, ഇന്നും സഹനത്തിന്റെ നെരുപ്പോടെ നേറിപ്പുകയുന്ന നീതിമാന്മാരുടെ പൂർവ്വപിതാവായ ഞാൻ അറിയപ്പെടും. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നീതിമാൻ. Dennis Tarak, Dina Dennis, Lindo John, Nishad Matthew, Watson Cave, Sanjay John, Nipu Thomas, Ajo M. Matthew, Rijo Matthew, Bobins Matthew, and Joey Peter. സാങ്കേതിക സഹായം റോബിൻസ് ജോർജ് ആൻഡ് സുനിൽ സക്കറിയാസ്. രചന സംവിധാനം ടോണി മാത്യൂസ്. വിഷ്ണുസർവമായ സോതാനെ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരുന്നു. എന്റെ മക്കളിൽ നീതിമാനും ദൈവഭക്തനുമായ ജോബിനെ നീ ശ്രദ്ധിച്ചു. അവനെ പോലെ മറ്റൊരുവൻ ഭൂമിയിലുണ്ടോ? അത് പിന്നെ അവന്റെ ഭവനത്തിനും സ്വത്തിനും നീ വേലികെട്ടി സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ. അവന്റെ സ്വത്തിനൊന്ന് തൊട്ടു നോക്ക്, അറിയാം അവൻ നിന്നെ ദുഷിച്ച് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ സകലത്തിന്റെ മേൽ നിനക്ക് ഞാൻ അധികാരത്തിൽ, പക്ഷേ അവന്റെ ശരീരത്തിൽ നീ കൈവയ്ക്കും. സമ്മതിച്ചു. എന്നാൽ ഞാനിതാ അവന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാനങ്ങനെ പുറത്തെല്ലാം തിരികെയായിരുന്നു. അത് പിന്നെ നമ്മുടെ വിളവെടുപ്പ് ദിനമല്ലായിരുന്നു. ആദ്യമായി യഹോവയ്ക്ക് നന്ദി പറയാം എന്ന് വിചാരിച്ചു. അത് നന്നായി. നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങളും യഹോവയുടെ ദാനങ്ങളാണല്ലോ. അത് മറന്ന് നമുക്കൊരിക്കലും ജീവിക്കാനാവില്ല. നിന്നെ കാണുമ്പോൾ മാത്രം യഹോവയ്ക്ക് തെറ്റുപറ്റിയോ എന്ന് വിചാരിക്കാറുണ്ട്. എനിക്കാണ് തെറ്റുപറ്റിയത്. അങ്ങ് രാവിലെ ഇറങ്ങിയതല്ലേ, ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കാം. നീ എടുത്തോളൂ. അതുവരെ അല്പസമയം കൂടി ഞാൻ യഹോവയുടെ സന്നിധിയിൽ ഇരിക്കട്ടെ. നിന്നെ പരീക്ഷിക്കാൻ നിന്റെ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. ഇതാ എന്റെ അധികാര ചരടി, നിന്നെ ഞാൻ ബന്ധിക്കുന്നു. നികൃഷ്ടജന്മമായ മർത്യക്ഷീണമേ, നിന്റെ സർവസമ്പത്തിന്റെയും മേൽ പ്രകൃതി ദുരന്തങ്ങൾ ആഞ്ഞടിക്കട്ടെ. Hey!
മനുഷ്യ, നിന്റെ ആടുമാടുകളെ ദൈവം തിരികെ എടുത്തിരിക്കുന്നു. നിന്റെ കാളക്കൂട്ടങ്ങളെ കള്ളന്മാർ അപഹരിച്ചിരിക്കുന്നു. നിന്റെ ജീവന്റെ ജീവനായ കുഞ്ഞുമക്കൾ അകാലത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ യഹോവ, അവൻ അറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. അയ്യോ കർത്താ, യഹോവ യഹോവ, ഇനിയെങ്കിലും നിർത്തൂ നിന്റെ ജൽപ്പനങ്ങൾ. നീതിമാൻ ഇവൻ നിഷ്കളങ്കൻ ദൈവഭക്തൻ ജോബ്. നീതിമാൻ ഇവൻ നിഷ്കളങ്കൻ ദൈവഭക്തൻ ജോബ്. ഒന്ന് നിർത്തും പിശാചിന്റെ സന്തതികൾ. ഞാൻ എന്റെ അമ്മയുടെ നിരത്തിൽ നിന്നും നഗ്നനായി വന്നു. അങ്ങനെ തന്നെ വിവാഹം എന്റെ കർത്താവ് എനിക്ക് തൊട്ടു. അവിടെ നിന്ന് തിരികെ എടുത്തു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. നിന്റെ ഈ കത്തുസ്നേഹം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. നിന്റെ ഗോതമ്പ് മണി പോലെ പാറ്റിയെറിയാൻ, നിന്റെ ചർമ്മമാംസ കോശങ്ങളിൽ ചോര പൊടിക്കാൻ നിന്റെ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ, ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം നീ നിന്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ നിന്നെ വാനോളം ഉയർത്താം. സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായ നിനക്ക് എന്നെ ഒരിക്കലും കീഴ്പ്പെടുത്താനാവുകയില്ല. കടന്നു പോകൂ. എന്തൊരു പരീക്ഷ! എന്റെ ശരീരമാകെ നീറി വലിക്കുന്ന വൃദ്ധ, ഈ വരണ്ട ചർമ്മം എന്റെ ജീവിതത്തെ തന്നെ വരി ഓർക്കുന്നു. എന്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജോ, എന്തൊരു ദുർവിധിയാണിത്. എന്നിട്ടും ഇത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതൊന്ന് നിർത്തിക്കൂടെ? അരുത്, ദൈവനിഷേധം പറയരുത്. ഊണിലും ഉറക്കത്തിലും യഹോവയെ സ്നേഹിച്ച നിങ്ങളുടെ നേരെ കണ്ണടിക്കുന്ന ഒരു കർത്താവിനെ സ്തുതിക്കാൻ എനിക്കാവില്ല. കർത്താവേ, ഇപ്പോഴോട് ക്ഷമിക്കേണ്ടതേ. ആ കർത്താവിനെ ഒന്ന് ശപിച്ചിട്ട് മരിക്കാൻ നോക്കാം. വ്യക്തിത്വം പറയുന്നു, ദൈവഗണങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഒരിക്കലും അരുത്. എനിക്കാവില്ല ജോ, എനിക്കാവില്ല. യഹോവേ,
സ്നേഹിത. ഓ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്. എന്റെ അടുത്തേക്ക് വരരുത്. പോയിക്കോളൂ. ജോ, നീ ഏതോ മഹാപാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ മേൽ ഈ ശാപങ്ങളെല്ലാം നിബന്ധിച്ചിരിക്കുന്നത്. ജോ, നിന്റെ മക്കൾ യഹോവയ്ക്കെതിരെ പാപം ചെയ്തിരിക്കാം. അതിനുള്ള തക്ക ശിക്ഷയാണ് അവർക്ക് ലഭിച്ചത്. ജോ, നിന്റെ അകൃത്യങ്ങൾ അറിയിക്കുന്നതിനേക്കാൾ കുറച്ചു മാത്രമേ ദൈവത്തിനെ ശിക്ഷിച്ചിട്ടുള്ളൂ എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. തെറ്റു ചെയ്തെങ്കിലും അത് സമ്മതിക്കാത്ത നിന്നോടിനെ തർക്കിക്കാൻ ഞങ്ങളില്ല ജോ. പക്ഷേ തന്നെ തന്നെ ന്യായീകരിക്കുന്ന ഈ ദൈവനിഷേധനോട് ഞാൻ പ്രതികരിക്കും. നീയും ഈ മുതിർന്നവർക്ക് അങ്ങ് മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് നൽകേണ്ടി വരും. ചോദിച്ചാലും എനിക്കൊന്നേ മറുപടിയുള്ളൂ. എന്റെ കർത്താവ് തന്നു, അവിടുന്ന് തടുത്തു. വരൂ സ്നേഹിതരെ, നമുക്ക് പോവാം. എന്റെ യഹോവേ, എന്റെ പ്രിയ സ്നേഹിതന്മാരോട് അങ്ങ് ക്ഷമിക്കണമേ. ആരാണ്? ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. ഈ സഹനങ്ങളുടെ നടുവിലും ദൈവനീതിയെ തള്ളിപ്പറയാത്ത നിന്റെ ദൈവസ്നേഹത്തിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. കർത്താവേ, അങ്ങനെ ചെയ്താലും ഇതാ അവിടുത്തെ ദാസൻ ശ്രമിക്കുന്നു. എന്റെ നഷ്ടപ്പെട്ട ആരോഗ്യവും സർവൈശ്വര്യങ്ങളും നിനക്ക് ഞാൻ തിരികെ തരുന്നു. കാരണം നീ എന്റെ പ്രിയ പുത്രനാകുന്നു. അനുവദിക്കുന്ന സഹനങ്ങൾ അത് ദൈവകൃതമാണ്. ആ വേളകളിൽ ജോബിനെ പോലെ എന്റെ കർത്താവ് തന്നു, അവിടുന്ന് എടുത്തു എന്ന് പറയുവാൻ ആത്മധൈര്യം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ പൂർണ്ണമാകുന്നു. നീതിമാൻ.